2025 മകരം, കുംഭം, മീനമാസങ്ങളിൽ ജനിച്ച തിരുവോണം നക്ഷത്രക്കാർക്ക്. ഇപ്പം നക്ഷത്രം തിരുവോണമാണ്. ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ഏതെങ്കിലും മലയാളം കാലണ്ടർ എടുത്തിട്ട് ജാനുവരി 10-നാണ് ജനിച്ചതെങ്കിൽ ജാനുവരി 10-ൻ്റെ മലയാള മാസം എന്താണെന്ന് നോക്കുകയാണ്. ഇനി മകരമാസത്തിൽ ജനിച്ചവരുടെ മകരമാസം ജനിച്ച തിരുവോണ നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. അവർക്ക് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് മാസം മോശമാണ്. ജാനുവരി മാസം ഗ്രഹനല്ല, ട്രാൻസ്ഫർ ഉണ്ടാകാം, പറ്റിക്കപ്പെടുക, ചതിയിൽപ്പെടുക, പണം നഷ്ടപ്പെട്ടു പോവുക, കളഞ്ഞു പോവുക, ട്രാൻസ്ഫർ ഉണ്ടാവുക. ഗ്രാൻഡ് പാരൻസിനൊന്നും അത്ര നല്ല സമയമായിട്ട് കാണുന്നില്ല. അനാവശ്യ ചെലവുകളെല്ലാം നിയന്ത്രിക്കണം. അനാവശ്യമായ പ്രശ്നത്തിലൊന്നും കൊണ്ട് തലയിടരുത്. ഫെബ്രുവരി മാസം വ്യക്തിപരമായി ആരോഗ്യപരമായ കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. മാർച്ച് മാസം സഹോദരാദികൾക്ക് മോശമാണ്. ഒരലസതയെല്ലാം അനുഭവപ്പെടുന്ന മാസമാണ്. ഏപ്രിൽ മാസം പക്ഷേ വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാൻ പറ്റിയ മാസമാണ്. നല്ലതാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. മാതാവിനെല്ലാം നല്ലതായിട്ട്. മെയ്, ജൂൺ മാസങ്ങളും മോശം തന്നെയാണ്. കേസ് വഴക്കിനൊന്നും പോകരുത്. ആരോഗ്യം അത്ര നല്ലതല്ല. വേണ്ടാതെ ശത്രുതയെല്ലാം കയറി വരും. അതുപോലെ തന്നെ ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. അതിലൂടെ ധനനഷ്ടം സംഭവിക്കും. മാതാവിന് ദിവസം നല്ലതല്ല, മാസം നല്ലതല്ല. കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ല മാസമല്ല. മക്കൾക്കും അത്ര നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല. മനസ്സമാധാനപ്പെടുത്തലും കാണുന്നില്ല. മെയ്, ജൂണാണ് പറഞ്ഞത്. ജൂലൈ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പക്ഷേ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. അതിനുള്ള ധനനഷ്ടം സംഭവിക്കും. വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ. മാതാവിന് അത്ര നല്ലതല്ല. കുടുംബപരമായി, സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ലതല്ലെങ്കിലും ദാമ്പത്യ കാര്യങ്ങൾക്ക് നല്ലതാണ്. വിവാഹം അന്വേഷിക്കാൻ അത്തരം കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഓഗസ്റ്റ് മാസം കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയതാണ് ആവശ്യമുണ്ടെങ്കിൽ. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. അതേപോലെ തന്നെ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട്. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. മാതാവിന് നന്നായിട്ട് തോന്നില്ല. കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ലതല്ല. സെപ്റ്റംബർ മാസം അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഉല്ലാസയാത്രയെല്ലാം പോകാൻ പറ്റിയതാണ്. ദൂരയാത്രകൾക്ക് അവസരം, യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത്. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. മാതാവിനും സമയം അത്ര നല്ലതല്ല. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. അതിലൂടെ ധനനഷ്ടം സംഭവിക്കാം. വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. ഒക്ടോബർ, നവംബർ മാസങ്ങൾ ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണെങ്കിൽ കേസ് വഴക്കിനൊന്നും പോകരുത്. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ. കുടുംബപരമായി, വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതല്ല. ഒക്ടോബർ മാസം യാത്രകൾക്കൊന്നും പറ്റിയതല്ല. ഡിസംബർ മാസം ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണെങ്കിൽ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. കുടുംബപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാകാം.
അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. പണം നഷ്ടപ്പെട്ടു പോകാതെ ശ്രദ്ധിക്കണം. ഇനി കുംഭമാസം ജനിച്ച തിരുവോണ നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. അവർക്ക് ജാനുവരി മാസം വ്യക്തിപരമായി, ആരോഗ്യപരമായി, കുടുംബപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കും മക്കൾക്കും മാതാവിനുമെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഉണ്ടാകാം. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. പണം നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം. ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങൾ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് നല്ലതാണ്. മാതാവിനും മക്കൾക്കും എല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയതാണ്. ഹയർ എഡ്യൂക്കേഷന് പറ്റിയ ഒരു നല്ലൊരു മാസങ്ങളായിട്ടാണ് കാണുന്നത്. മെയ്, ജൂൺ, ജൂലൈ മാസങ്ങൾ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമായിട്ട് കാണുന്നുണ്ട്. സഹോദരാദികൾക്ക് നല്ലതായിട്ട് കാണുന്നു. എന്തെങ്കിലും പുതിയ കർമ്മത്തിലെല്ലാം ഇറങ്ങാതിരിക്കാൻ പറ്റിയ മാസങ്ങളാണ്. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മെയ് മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതായിട്ട് കാണുന്നുണ്ട് മെയ് മാസം. പക്ഷേ ജൂൺ, ജൂലൈ മാസങ്ങൾ മാതാവിനും മക്കൾക്കും എല്ലാം കുറച്ച് മോശമായിട്ട് കാണുന്നു. വസ്തുവാഹനങ്ങളൊന്നും ജൂൺ, ജൂലൈ മാസങ്ങൾ വാങ്ങാൻ പറ്റിയതല്ല. വീട് നിർമ്മാണത്തിനെല്ലാം തടസ്സങ്ങളെല്ലാം ജൂൺ, ജൂലൈ മാസങ്ങളിൽ കാണുന്നുണ്ട്. വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ചില ധനനഷ്ടമെല്ലാം ജൂൺ, ജൂലൈ മാസങ്ങളിൽ കാണുന്നുണ്ട്. ഇനി ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളും പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ഒരു ഉത്സാഹം തോന്നുന്ന മാസമാണെങ്കിലും കുറച്ച് മനസമാധാനക്കുറവ് അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. പക്ഷേ മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. സാധാരണ എഡ്യൂക്കേഷൻ, ജനറൽ എഡ്യൂക്കേഷന് കുറവാണ്. പക്ഷേ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം കുറച്ച് തടസ്സങ്ങൾ കാണുന്നുണ്ട്. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിനൊന്നും പറ്റിയതല്ല. അതേപോലെ തന്നെ മക്കൾക്കും മാതാവിനും ഒന്നും അത്ര നല്ലൊരു സമയമായിട്ട് തോന്നുന്നില്ല. നവംബർ മാസം ജോലി കിട്ടാനും പ്രൊമോഷൻ കിട്ടാനെല്ലാം സാധ്യത കാണുന്നുണ്ട്. പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് നവംബർ മാസം. സഹോദരാദികൾക്കും നല്ലതാണ്. പക്ഷേ മാതാവിനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. വിദ്യാഭ്യാസപരമായിട്ട് ജനറൽ വിദ്യാഭ്യാസത്തിന് കുഴപ്പമില്ല. പക്ഷേ ഹയർ എഡ്യൂക്കേഷൻ അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങുമ്പോൾ അതിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം. അപ്പോൾ പൊതുവെ തൊഴിൽപരമായിട്ട് നല്ലതാണ് നവംബർ മാസം. ഡിസംബർ മാസം ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിലും മാതാവിനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷനെല്ലാം കാണുന്നുണ്ട്. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ ഒരു നല്ലൊരു മാസമായിട്ടൊന്നും തോന്നുന്നില്ല. കുടുംബപരമായ വിദ്യാഭ്യാസ, സാമ്പത്തികം കുഴപ്പമില്ല. കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ഇനി മീനമാസം ജനിച്ച തിരുവോണ നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം.
അവർക്ക് ജാനുവരി ഫെബ്രുവരി മാസം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ കൊള്ളാം. സഹോദരാദികൾക്കും മക്കൾക്കും എല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട്. മനസമാധാനമുള്ളൊരു മാസമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം ശ്രദ്ധിക്കണം. കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലൊരു മാസമൊന്നും അല്ല. പക്ഷേ ജാനുവരി മാസം ജോലി കിട്ടാം, പ്രൊമോഷനെല്ലാം കിട്ടാം. മാർച്ച് ഏപ്രിൽ മാസങ്ങൾ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്കും മക്കൾക്കും എല്ലാം നല്ലതായിട്ട് കാണുന്നു. മക്കളെ ഭാവങ്ങൾക്ക് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതായി കാണുന്നു. കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതായിട്ട് കാണുന്നു. പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. മെയ് മാസം വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ്. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. മനസ്സമാധാനമുള്ള ഒരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം കുറവാണ്. ജൂൺ മാസം വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ്. പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയതാണ്. സഹോദരാദികൾക്ക് നല്ലതാണെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവും ടെൻഷൻ. ജൂലൈ മാസം വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്. പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ മാസമാണ്. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിന് നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ. ഓഗസ്റ്റ് മാസം വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. ദാമ്പത്യപരമായിട്ട് നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട്. സെപ്റ്റംബർ മാസം വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കാൻ പറ്റിയ മാസമാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്. പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണെങ്കിൽ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. ഒക്ടോബർ മാസം വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ്. പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ മാസമാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്. കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണെങ്കിലും അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട്. നവംബർ മാസം ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. വ്യക്തിപരമായിട്ട് നല്ലതാണ്. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. അച്ഛനും മക്കളും സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഉല്ലാസ യാത്രകൾ പോകാൻ, ദൂരയാത്രകൾക്ക് അവസരം, യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഡിസംബർ മാസം ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണ്. വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണെങ്കിൽ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി, സാമ്പത്തികം കുഴപ്പമില്ല, കുടുംബപരമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. കുടുംബ ചെലവുകൾ കുറച്ച് അധികമായിരിക്കും. പക്ഷേ പൈസ അതിനനുസരിച്ച് വരികയും ചെയ്യും.